ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ഇതിൽ ആദ്യ 5 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും പിന്നീട് നഷ്ടമാവുകയുമാണ് ചെയ്തത്. നീ എൻ്റെ ഭക്തനും മിത്രവും ആയതുകൊണ്ട് പരമപുരുഷനുമായി ബന്ധപ്പെടുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നു. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് കഴിവുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനിത് ഉപദേശിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുൻപ് ജനിച്ചു എന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഭഗവാൻ അതിന് മറുപടിയായി പറയുന്നു, ഹേ ശത്രുക്കളെ ജയിക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കതിന് സാധിക്കുന്നില്ല. ഇനി വരുന്നത് ഇതിൻ്റെ തുടർച്ചയായ കുറേ ശ്ലോകങ്ങളാണ്. 6ാമത്തെ ശ്ലോകം, അജോ അഭിസന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോ അഭിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അജോ അഭിസൻ അവ്യയാത്മാ. അജോ ജനനരഹിതനായിട്ടുള്ള ഭഗവാന് ജനിക്കുക മരിക്കുക ഒന്നുമില്ല അല്ലേ? ഭഗവാൻ എന്നുമുള്ളതാണ്. എല്ലാ ആത്മാക്കളും എന്നുമുണ്ട്. ഭഗവാൻ മാത്രം വേറെ ശരീരം സ്വീകരിക്കുന്നില്ല. നമ്മളെപ്പോലെ പല വിധത്തിലുള്ള ജീവനുകളിലൂടെ കടന്നു വരുന്നില്ല. ഭഗവാൻ തനിക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് അജനായിട്ടുള്ള ജനനരഹിതനായിട്ടുള്ള അവ്യയാത്മാ നാശമില്ലാത്തവനുമാണ്. എങ്കിലും ഭൂതാനാമീശ്വരോ അഭിസൻ, സകല ജീവജാലങ്ങളുടെയും ഈശ്വരനാണ്. എങ്കിലും ഭൂതാനാമീശ്വരോ, സകല ജീവജാലങ്ങളുടെയും ഈശ്വരൻ ആണ്. എങ്കിലും പ്രകൃതിം സ്വാമധിഷ്ഠായ, പ്രകൃതിയും സ്വന്തമായ ആധ്യാത്മിക രൂപത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട്, ഭഗവാന് പ്രത്യേകിച്ച് രൂപങ്ങളുമില്ല, എവിടെയുണ്ട് ഭഗവാൻ അല്ലേ? പക്ഷേ പ്രത്യേക സമയങ്ങളിൽ പ്രകൃതി തൻ്റെ ഇഷ്ടപ്രകാരമുള്ള അധിഷ്ഠിതമായ രൂപത്തിൽ സംഭവാമി ആത്മമായയ, ആത്മമായ ആത്മശക്തി കൊണ്ട് ഞാൻ സംഭവിക്കുന്നു. ഭഗവാൻ ജനിക്കുകയല്ല, ഭഗവാൻ മരിക്കുകയല്ല, ഒന്നുമല്ല, ഭഗവാൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. സാധാരണ മനുഷ്യരാണ് കർമ്മബന്ധങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ജന്മങ്ങൾ, പുഴുവായും പൂച്ചയായും ആനയായും മനുഷ്യനായും എല്ലാം വരുന്നത് അല്ലേ? ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരം ഏതു രൂപമാണോ വേണ്ടത് ആ സമയത്ത് ആ രൂപത്തിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നു, എനിക്ക് പിറവിയില്ല, എൻ്റെ അതീന്ദ്രിയ ശരീരത്തിൻ്റെ നാശം നേരിടുകയില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണു ഞാൻ. എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഭഗവാൻ ഇവിടെ തൻ്റെ ജന്മത്തിലെ പ്രത്യേകതയാണ് പറയുന്നത്. കാഴ്ചയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആണ് ഇരിക്കുന്നത്. എങ്കിലും അസംഖ്യം ജന്മങ്ങളിലെ സംഭവങ്ങൾ ഭഗവാനെ എല്ലാം ഓർമ്മിക്കാൻ കഴിയും. മാത്രമല്ല 125ഓളം വർഷം അദ്ദേഹം ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഭഗവാന് വയസ്സായി എന്നുള്ളൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. എപ്പോഴും യൗവനയുക്തനായിട്ടായിരുന്നു ഭഗവാനെ കണ്ടിരുന്നത്. അപ്പോൾ ഭഗവാന്റെ ജന്മം അതിനൊരു പ്രത്യേകതയാണ്. ഭഗവാൻ ജനിക്കുകയല്ല ചെയ്യുന്നത്, ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ സൂര്യൻ മറഞ്ഞിടത്തു നിന്നും പുറത്തേക്ക് വരുന്നത്, രാവിലെ നമ്മൾ കാണുന്ന സമയത്ത് ഉദിച്ചു വരുന്നത് എന്നതുപോലെ സൂര്യൻ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലേ? അതുപോലെ ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഭഗവാന് എല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ മായ മൂടപ്പെട്ട് കിടക്കുന്നത് കാരണം തലേ ദിവസം കാലത്ത് എന്താണ് ഈ സമയത്ത് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ അതുപോലും പറയാൻ നമുക്ക് സാധ്യമല്ല. എല്ലാ കാര്യങ്ങളും ഓർമ്മയുള്ള അജനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ഇഷ്ടപ്രകാരം അവതരിക്കുന്നു. എപ്പോഴാണ് അവതരിക്കുന്നത്? ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ 2 ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്.
യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യദാ യദാ ഹി ധർമ്മസ്യ, എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനിർഭവതി ഭാരത, അർജുന, കോട്ടം തട്ടുന്നത്, ഗ്ലാനി സംഭവിക്കുന്നത്, കോട്ടം തട്ടുന്നത്, അപ്പോഴെല്ലാം അഭ്യുത്ഥാനാമധർമ്മസ്യ, അധർമ്മത്തിന് അഭ്യുത്ഥാനം വർധന വരുന്നത്, തദാത്മാനം സൃജാമ്യഹം, അപ്പോൾ ഞാൻ പ്രത്യക്ഷനാകുന്നു. സൃജാമ്യഹം, പ്രത്യക്ഷനാവുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നില്ല. ആ സമയം നമ്മൾ എപ്പോഴാണ് ഒരു മാജിക്കുകാരൻ ഓരോ കാര്യങ്ങളും പ്രത്യക്ഷനാക്കുന്നത് പോലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഈ ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണാ ധർമ്മമിത്യുഹു ധർമ്മോ ധാരയതി പ്രജ, പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ആധാരമായത് എന്താണോ, ആവശ്യമായത് എന്താണോ, അതാണ് ധർമ്മം. സർവേഹ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖമാപുനയാത്. എല്ലാവർക്കും സുഖം, ആരോഗ്യമുണ്ടാകണം, നല്ലത് കാണണം, ആർക്കും ഉണ്ടാകാതിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അത് ധർമ്മമായി ഭവിക്കുന്നത്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവർക്ക് ദോഷകരമായി, പ്രകൃതിക്ക് ദോഷകരമായി, പ്രപഞ്ചത്തിലെ സകല ജീവജാലകൾക്കും ദോഷകരമായി ഭവിക്കാതെ അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ധർമ്മമാണ്. സർവചരാചരങ്ങളുടെയും അഭ്യുദയത്തിനും ശ്രേയസ്സിനും കാരണമാകുന്നത് എന്താണോ, പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരമായ നിൽപ്പിന് ആധാരമായത് എന്താണോ, അതാണ് ധർമ്മം. തിന്മ നന്മയെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും അതുപോലെ നന്മ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് അരൂപിയും അജനുമായിട്ടുള്ള കാര്യമെല്ലാം മറന്ന്, ഭഗവാൻ അജനാണ് അരൂപിയാണെന്നെല്ലാം മറന്ന് ഭഗവാൻ സ്വയം പ്രത്യക്ഷനാവുകയാണ് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ ധർമ്മം നമ്മുടെ മനസ്സിലാണ്. നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണോ? നമ്മൾ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാകുന്നതേയില്ല. ധർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾ ചെയ്യണം, പ്രകൃതിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് എന്താണോ അവരുടെയും ശ്രേയസ്സിന്, അവരുടെയും സുഖത്തിന് ആവശ്യമായത് അതാണ് ചെയ്യേണ്ടത്. അതാണ് ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മം. 8ാമത്തെ ശ്ലോകം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം, സാധുക്കളെ, ഭക്തന്മാരെ, ധർമ്മം ആചരിക്കുന്നവരെ, അധാർമികളായിട്ടുള്ളവരെ എതിർക്കുന്നവരെ, അങ്ങനെയുള്ള സാധുക്കളെ, സാധൂനാം പരിത്രാണായ, രക്ഷയ്ക്ക് വേണ്ടി, ഭക്തന്മാരുടെ രക്ഷയ്ക്കും, വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവരെ, പ്രപഞ്ചത്തിനും പ്രപഞ്ച ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി എതിര് ചെയ്യുന്ന പ്രവർത്തിക്കുന്നവരെ വിനാശത്തിനും, അവരുടെ വിനാശത്തിനു വേണ്ടി, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയും, സംഭവാമി യുഗേ യുഗേ, ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം ഞാൻ സംഭവിക്കുന്നു. ഭഗവാൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു റഫറിയെ കൂട്ടാണ് ഭഗവാൻ. എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഫുട്ബോൾ കളിയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങിക്കഴിയുമ്പോൾ റഫറി വിസിൽ ഊതും അല്ലേ? അല്ലെങ്കിൽ പലതരത്തിലുള്ള കാർഡുകൾ കാണിക്കും, മഞ്ഞ കാർഡ് കാണിക്കും, ചുമന്ന കാർഡ് കാണിക്കും. ഈ സമയത്തെല്ലാം നമ്മൾ അത്രയും നേരം റഫറിയെ ശ്രദ്ധിക്കുക പോലുമില്ല. റഫറി ഇവരുടെ ഇടയിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവനും കളിക്കാരിലായിരിക്കും. എപ്പോഴാണോ അപകടം സംഭവിക്കുന്നത്, ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നത്, ആ സമയത്ത് വിസിലൂതും. അപ്പോൾ ചുമന്ന കാർഡ് പൊക്കുമ്പോൾ മാത്രമേ നമ്മൾ റഫറിയിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ. ഭഗവാനും ഇതുപോലെ തന്നെയാണ്. എല്ലാ സമയത്തും ഉണ്ട് ഗ്രൗണ്ടിൽ നമ്മളോടൊപ്പം തന്നെ. ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. എപ്പോഴാണോ അധർമ്മം തഴച്ചു വളരുന്നത്, വിസിൽ ഓടേണ്ട ഒരു സംഗതി എത്തുന്ന സമയത്ത് ഭഗവാൻ അപ്പോൾ അവിടെ സംഭവിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ പറഞ്ഞത്. എന്താ ഈ അവതാരം? സൃഷ്ടിഹേതുയേ മൂർത്തി പ്രപഞ്ചേ അവതാരേസേ. സൃഷ്ടിഹേതുയേ
മൂർത്തിപ്രപഞ്ചേ അവതാരേസേ ഈശ്വരമൂർത്തി അവതാരനാമധരേ മായാതീത പരവ്യോമേ സവാര അവസ്ഥാന വിശ്വേ അവതാരി ധരേ അവതാരനാമ. എന്താണ്? ഭഗവാൻ ദൈവിക സാമ്രാജ്യത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നതാണ് അവതാരം. അങ്ങനെ ആവിർഭവിക്കുന്ന വ്യക്തിഗതനായ ഭഗവാന്റെ ആ രൂപത്തെയാണ് അവതാരം എന്ന് പറയുന്നത്. അത്തരം അവതാരങ്ങൾ അധ്യാത്മലോകത്തിൽ വാഴുന്നുണ്ട്. പക്ഷേ അവർ ഭൗതിക ലോകത്തിൽ എത്തുമ്പോഴാണ് അവരെ അവതാരമെന്ന് വിളിക്കപ്പെടുന്നത്. പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട് അല്ലേ? പുരുഷാവതാരങ്ങളുണ്ട്, ഗുണാവതാരങ്ങളുണ്ട്, ലീലാവതാരങ്ങളുണ്ട്, ശക്തിവേശാവതാരങ്ങളുണ്ട്, മന്വന്തരാവതാരങ്ങളുണ്ട്, യുഗാവതാരങ്ങളുണ്ട്. ഇങ്ങനെ പലതും നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള അവതാരങ്ങൾ ആവശ്യാനുസരണം ഭഗവാൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്, എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് മുറയ്ക്ക് സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. തൻ്റെ ഭക്തരെ എപ്പോഴാണോ സന്തോഷിപ്പിക്കേണ്ടത്, വൃന്ദാവന ലീല എന്തു മനോഹരമാണല്ലേ, വർണ്ണിച്ചാലും തീരില്ല. അത്രയും മനോഹരമായ വൃന്ദാവന ലീലയ്ക്ക് വേണ്ടി പല രാക്ഷസന്മാർ, പൂതന, കംസൻ, ശിശുപാലൻ, ഇവരുടെ എല്ലാം നിഗ്രഹത്തിന് വേണ്ടി അങ്ങനെ എത്രയോ ലീലകളാണ് ഭഗവാൻ കാണിക്കുന്നത് ഓരോ അവതാരങ്ങളിലും. ഈ ലീലകളെല്ലാം തന്നെ അതീന്ദ്രിയമാണല്ലേ. നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. തൻ്റെ ചെറുവിരൽ കൊണ്ട്, ഇടത് കൈയിലെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം ഉയർത്തിപ്പിടിച്ചത് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതീന്ദ്രിയമാണത്. ആ ഭഗവാന്റെ അതീന്ദ്രിയത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നയേതി മാംയേതി സോ അർജുന. ജന്മകർമ്മജമേ ദിവ്യം, എൻ്റെ ജന്മവും കർമ്മവും, മേ എൻ്റെ ജന്മകർമ്മജ, ജന്മവും കർമ്മവും ദിവ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന, ഏവം യോ വേത്തി തത്വതഃ, ഏവം ഇപ്രകാരം വേത്തി മനസ്സിലാക്കുക, തത്വതഃ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന, ത്യക്ത്വാ ദേഹം പുനർജന്മ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരുത്തൻ അവൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ച് പുനർജന്മം ന ഏതി പ്രാപിക്കുന്നില്ല. എൻ്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും അവ ദിവ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ പിന്നീട് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുവൻ എവിടെയാണ് പോകുന്നത്? മാം ഏതി സോ അർജുന, അവൻ എന്നെ പ്രാപിക്കുന്നു. മാം ഏതി, എന്നെ പ്രാപിക്കുന്നു അർജുന എന്ന് പറയുകയാണ് ഭഗവാൻ. അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിൽ എത്തുന്നു. ഭഗവാന്റെ ലോകം ശാശ്വതാണല്ലേ. നാളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി എല്ലാ വിഷമങ്ങളും ദുഷ്ടതകളും എല്ലാം സഹിച്ച് അനുഭവിച്ച് അവസാനം തൻ്റെ സ്വന്തം ധാമത്തിൽ എത്തിച്ചേരുന്നയാൾ പിന്നീട് അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, വരുന്നില്ല. അതാണ് ഭഗവാന്റെ ധാമം ശാശ്വതമാണ് എന്ന് പറയുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെക്കുറിച്ച്, ഇത് ചെയ്യുന്നത് നല്ലതാണോ ഭഗവാനാണോ ഇങ്ങനെയുള്ള ചിന്ത ഒന്നുമില്ലാതെ പൂർണ്ണമായും തൻ്റെ ആത്മാവിനെ പരമാത്മാവിലേക്ക് അടുപ്പിച്ച് താൻ ആത്മാവാണ് എന്നുള്ള ബോധത്തോടുകൂടി താൻ ഭഗവാന്റെ ധാമത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതാണ് ഭഗവാനെ സേവ ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ള ബോധത്തോടുകൂടി സേവ ചെയ്യുന്ന സമയത്ത്, ഭഗവാനെ അറിയുന്ന സമയത്ത് ഒരാൾ പിന്നീട് പുനർജന്മത്തിലേക്ക് വഴിവെക്കുന്നില്ല. അയാൾ ഭഗവാന്റെ ധാമത്തിൽ, സ്ഥിരമായിട്ടുള്ള ധാമത്തിൽ എത്തിച്ചേരുന്നു എന്ന് അർജുനനോട് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ. 10ാമത്തെ ശ്ലോകം. വീതരാഗഭയക്രോധ മന്മയാമാമുപാശ്രിത ബഹവോ ജ്ഞാനതപസ പൂത മദ്ഭാവമാഗതാഃ. വീതരാഗഭയക്രോധ, ഭയം, ക്രോധം, സംഘം ഇവ ഇല്ലാത്തവരായി. ഇവ ഇല്ലാതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഭഗവാനിലേക്ക് വേണ്ടി ആക്കണം. തൻ്റെ ഭയം, ഭഗവാനോടുള്ള ഭക്തി, താൻ ഇനിയും ഒരു പുനർജന്മത്തിലേക്ക് വരുമോ എന്നുള്ള ആ ഭയം ഇല്ലാതാക്കണമെങ്കിൽ ഭഗവാനിലേക്ക് വഴിതിരിച്ചു വിടണം, ഭഗവാനെ സേവിക്കണം. ക്രോധം, ഹനുമാൻ സ്വാമി തൻ്റെ ക്രോധം കാണിച്ചത് ഭഗവാന് വേണ്ടിയായിരുന്നു.
ക്രോധങ്ങൾ തൻ്റെ ഭഗവാനോടുള്ള പ്രവൃത്തി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. പിന്നീടുള്ളത് രാഗം, അതായത് സംഘം ചേരൽ. സംഘം ചേരാൽ ചീട്ട് കളിക്കാനോ കള്ളു കുടിക്കാനോ സിഗരറ്റ് വലിക്കാനോ സിനിമയ്ക്ക് പോകാനോ ഉള്ളതായിരിക്കരുത്. സംഘം ചേരുമ്പോൾ നമ്മൾ ഭക്തരുമായി, സാധുക്കളുമായി, സാധു സംഘമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂല്യം വർദ്ധിക്കുന്നു. ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴി തുറന്നു കിട്ടുകയാണ് അതിലൂടെയും ചെയ്യുന്നത്. അപ്പം സംഘമായാലും രാഗമായാലും ക്രോധമായാലും എല്ലാം തന്നെ, ഭയമായാലും എല്ലാം നല്ലതാണ്. പക്ഷേ അത് ഭഗവാനിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് എങ്കിൽ, ഭഗവാന് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് എങ്കിൽ ഇതിലൊന്നും ഒരു അപാകതയുമില്ല. അങ്ങനെ അല്ലാത്ത സമയത്ത് മന്മയാമാമുപാശ്രിത, ഇതെല്ലാം ഒഴിവാക്കി എന്നിൽ തന്നെ, മന്മയാമാം എന്നെ ആശ്രയിച്ച്, ഉപാശ്രിത എന്നിൽ തന്നെ മുഴുകി എന്നെ ആശ്രയിച്ച്, ബഹവോ ജ്ഞാന തപസ അനേകം ആളുകൾ അങ്ങനെ തപസ്സുകൊണ്ട് പൂത മദ്ഭാവമാഗത വിശുദ്ധരായി എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നുണ്ട്. അനേകം ആളുകൾ ഭഗവാനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ ധ്യാനിക്കാം അല്ലേ? പരീക്ഷിത് മഹാരാജാവും അതുപോലെ ബ്രഹ്മദേവൻ്റെയും എല്ലാം മനസ്സിൽ ഭഗവാൻ ചതുർഭുജധാരിയായിരുന്നു. ഭീഷ്മദേവന്റെ മനസ്സിൽ ഭഗവാൻ അർജുനന്റെ തേര് തെളിയിക്കുന്ന പാർത്ഥസാരഥി രൂപത്തിലായിരുന്നു. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. ഒരു ചിരപ്രതിഷ്ഠ, സ്ഥിരമായി ഭഗവാന്റെ ഒരു രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ശൂന്യതയിൽ ആരാധിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ശൂന്യതയിൽ ധ്യാനിക്കുന്നതിന് പകരം ഭഗവാന്റെ രൂപത്തിൽ ശ്രദ്ധ കൊടുത്ത് ധ്യാനിക്കുകയാണ് എങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് എത്താൻ വേറെ യാതൊന്നും വേണ്ട എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഭൗതികതയും മായയും എല്ലാം അത്യധികമായി ബാധിച്ചിട്ടുള്ളവർക്ക് വ്യക്തിഗത സ്വഭാവം ഭഗവാനെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാന്റെ അനശ്വരവും ജ്ഞാനസമ്പൂർണവും ശാശ്വതവുമായ സച്ചിദാനന്ദ രൂപമുണ്ട്, ദിവ്യ ശരീരമുണ്ട് എന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമാവുകയില്ല. പിന്നെ എങ്ങനെയാണ് അവർ ധ്യാനത്തിലേർപ്പെടുക? എങ്ങനെയാണ് അവർ ഭഗവാനെ സേവിക്കുക? ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം ഉണ്ടാകണമെങ്കിൽ അതൗ ശ്രദ്ധ തഥാ സാധുസംഗോളഥ ഭജനക്രിയ തഥോ അനർത്ഥ നിവർത്തി സ്യാത് തഥോ നിഷ്ഠ രുചിസ്തത അഥാസക്തി സ്തതോഭാവ തഥ പ്രേമാഭ്യുദിഞ്ചതി സാധകാനാമയം പ്രേംണ പ്രാദുർഭാവേ ഭാവേത് ക്രമ. അതോ ശ്രദ്ധ, ആദ്യം ശ്രദ്ധയാണ് വേണ്ടത്. തഥ സാധുസംഗോ, പിന്നീട് എന്താണ് വേണ്ടത്? സാധുസംഗോ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംഘമല്ല, സാധുക്കളുടെ, ഭക്തന്മാരുടെ സംഘം വേണം. ആദ്യം നമുക്ക് ശ്രദ്ധ വേണം, ഭഗവാനിലേക്ക് എത്താനുള്ള ആഗ്രഹം വേണം. അതിനുശേഷം എവിടെയാണോ സംഘം ചേരുന്നത്, എവിടെയാണോ സാധു സംഘമുള്ളത്, അവിടെ പോയി സാധു സംഘത്തിൽ ഏർപ്പെടണം. ഭജനക്രിയ, അവിടെ ഭജനകളിൽ ഏർപ്പെടണം, ഭഗവാനെക്കുറിച്ചുള്ള സ്തുതിവാക്യങ്ങളിൽ ഏർപ്പെടണം. പിന്നീട് തതോ അനർത്ഥ നിവർത്തി തതോ സ്യാത് നിഷ്ഠാരുചിസ്തത, പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ നിഷ്ഠകളിലും വ്യത്യാസം വരുത്തണം. നേരത്തെ ഉണ്ടായിരുന്ന പോലെ എന്തും എപ്പോഴും ചെയ്യുക എന്നുള്ളതല്ല, എല്ലാത്തിനും ഒരു നിഷ്ഠ വേണം. അഥാസക്തി, ആസക്തി കുറയ്ക്കണം. ഓരോ കാര്യങ്ങളോടുമുള്ള, ഭക്ഷണ കാര്യങ്ങളോട്, വസ്ത്രങ്ങളോട്, ആഭരണങ്ങളോട്, എല്ലാത്തിനോടുമുള്ള ആസക്തി കുറയ്ക്കണം. തതോഭാവ തത പ്രേമാഭ്യുദഞ്ചതി, അങ്ങനെ വരുമ്പോൾ തന്നെ ഭഗവാനോട് പ്രേമം കൂടിക്കൂടി വരും. സാധകാനാമയം, സാധകം ചെയ്യുന്തോറും പ്രേമേണ, പ്രേമരൂപത്തിൽ, ഭഗവാനോടുള്ള പ്രേമരൂപത്തിൽ സാധകം ചെയ്യുന്തോറും പ്രാദുർഭാവേ ഭവേക്രമ, തനിയെ എല്ലാം തന്നെ ഭഗവാന്റെ ആ പ്രേമം നമ്മളിലേക്കും വന്നു ചേരുമെന്നാണ് ഈ വരികളിലൂടെ പറഞ്ഞത്. എന്ത് കാര്യമായാലും നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ആഗ്രഹം വേണം അല്ലേ? ഇത്രയധികം ഭഗവത്ഗീതയും ഭാഗവതം എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹത്തിൻ്റെ മുള പൊട്ടണം, ഒരു വിത്ത് പാകണം. ആ വിത്ത്, ആഗ്രഹത്തിൻ്റെതായിട്ടുള്ള ആ വിത്ത് വളർന്ന് വളർന്ന് ആൽമരം പോലെ നമ്മുടെ മനസ്സിൽ വളരണം. ആ ആഗ്രഹത്തിലൂടെ നമുക്ക് സാധുസംഘമുണ്ടാകണം, ഭജനയിൽ ഏർപ്പെടണം, നമ്മുടെ നിഷ്ഠകളിൽ, കൃത്യനിഷ്ഠകളിൽ വ്യത്യാസങ്ങൾ വരുത്തണം. ഭഗവാനോടുള്ള പ്രേമം
മനസ്സിൽ നിറയണം. അങ്ങനെ വരുമ്പോൾ തനിയെ ഭക്തി ഉണ്ടാകുന്നു, ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. വീണ്ടും ഒരു പുനർജന്മത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.